എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വചനങ്ങൾ. ലോകം മുഴുവനും യേശുവിന്റെ പിറവിയെ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ പലരും യേശുവിന്റെ തിരുപ്പിറവിയുടെ മർമ്മം ശരിയായി ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം. ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് ജനം. എന്നാൽ യേശു ഈ ഭൂമിയിൽ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കാതെ യേശുവിനെ പുറത്തു നിർത്തിയുള്ള ആഘോഷങ്ങളാണ് നാം കാണുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സത്രയുടമയും ആട്ടിടയരും വിദ്വാൻമാരും രാജാക്കന്മാരും ഹെരോദ രാജാവും ഇതിലെ കഥാപാത്രങ്ങളാണ്. സത്രയുടമയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാത്ത ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നും ദൈവത്തിനെതിരെ മുഖം തിരിച്ചു കളയുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റും കാണുന്നു. ആട്ടിടയർ, ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തുന്നവർ, യേശുവിന്റെ തിരുപ്പിറവി ആദ്യമായി അറിയുവാൻ ഭാഗ്യസിദ്ധിച്ചവരാണ്. ഇവർ മാലാഖയുടെ ദൂത് കേട്ടപ്പോൾ ദൈവകുഞ്ഞാടിനെ കാണുവാൻ ബെത്ലഹേമിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. യേശുവിനെ ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ ചെറിയവർക്കാണ് ലഭിച്ചത്. യേശുവിനെ കാണുവാൻ വന്ന 3 രാജാക്കന്മാർ ജ്ഞാനികളായിരുന്നു. അവർ രാജാധിരാജനായ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. രാജകീയ പ്രതാപത്തിന്റെയും ദൈവീയ മഹത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പ്രതീകങ്ങളായ പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നിവ കാഴ്ചയായി വച്ചു. രാജാവാണ് മറ്റൊരു കഥാപാത്രം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ കൊലപാതകിയായി മാറുന്നു. അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ രാജാവ് ക്രൂരതയുടെ പ്രതിച്ഛായയായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരിക്കൽ വിദേശത്തുള്ള ഒരു സൺഡേ സ്കൂളിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഒരു നാടകം കളിക്കുവാൻ തീരുമാനിച്ചു. അത് പല ക്ലാസ്സുകളിലെ കുട്ടികളുമായുള്ള ഒരു മത്സരമായിരുന്നു. ആ സൺഡേ സ്കൂളിലെ 9-ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ നാടകത്തിന് ഒരു പേർ കൊടുത്തു. അത് ഇങ്ങനെയായിരുന്നു: നോ പ്ലേസ് ഇൻ ദ ഇൻ എന്നായിരുന്നു. അവരുടെ ക്ലാസ്സിലെ എല്ലാവർക്കും ആ നാടകത്തിൽ ഓരോ കഥാപാത്രം അഭിനയിക്കുവാനായി കൊടുത്തു. അവരുടെ ക്ലാസ്സിൽ കുറച്ച് കഴിവ് കുറവുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. വാലസ് എന്നായിരുന്നു അവന്റെ പേര്. ആ കുട്ടിക്ക് എന്ത് കഥാപാത്രം നൽകണമെന്ന് അധ്യാപകർ ചിന്തിച്ചു. അവസാനം സത്രയുടമയുടെ ഭാഗം നൽകാമെന്ന് അവർ തീരുമാനിച്ചു. കാരണം ആ ഭാഗം നൽകിയാൽ കൂടുതലായി അഭിനയിക്കേണ്ടതായി ഒന്നുമില്ല. ഗർഭിണിയായ മറിയം വഴിയമ്പലത്തിൽ വന്ന് മുട്ടുമ്പോൾ സത്രമ ഉടമസ്ഥൻ പുറത്തു വന്ന് നോ പ്ലേസ് ഇൻ ദ ഇൻ എന്ന് മാത്രം പറഞ്ഞ് വാതിലടച്ചാൽ മതി. ആ ഭാഗം അഭിനയിക്കുവാൻ പ്രയാസമില്ലാത്തതിനാൽ ആ ഭാഗം അവർ വാലസിന് നൽകി. അവൻ ആ ഭാഗം പഠിക്കുവാൻ ഒരാഴ്ച സമയമെടുത്തു. നാടകം അരങ്ങേറുന്ന ദിവസം എത്തി. അരങ്ങിൽ ഗർഭിണിയായ മറിയം ഉന്തിയ വയറുമായി ക്ഷീണിച്ച് അവശയായി ജോസഫിന്റെ കൂടെ നടന്നു വരുന്നു. ജോസഫ് സത്രത്തിന്റെ വാതിൽ വന്നു മുട്ടുന്നു. സത്രയുടമ വാലസ് വാതിൽ തുറന്നു. ജോസഫ് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്, നല്ല പ്രസവവേദനയുമുണ്ട്, അല്പം ഇടം തരുമോ? സത്രയുടമ പുറത്തു വന്നു. ക്ഷീണിതനായ മറിയത്തെ കണ്ടപ്പോൾ പറയാനുള്ള കാര്യം അവൻ മറന്നുപോയി. ടീച്ചേഴ്സ് ആക്ഷൻ കാണിച്ചു പറഞ്ഞു, നോ പ്ലേസ് ഇൻ ദ ഇൻ എന്ന് പറയൂ. അവൻ ഉടനെ യാന്ത്രികമായി പറഞ്ഞു, നോ പ്ലേസ് ഇൻ ദ ഇൻ. അത് കേട്ട് വളരെ വിഷമത്തോടെ ക്ഷീണിച്ച് അവശയായ മറിയത്തിന്റെ കരം പിടിച്ച് ജോസഫ് വേദനയോടെ മുന്നോട്ട് നീങ്ങി. ഈ രംഗത്തിൽ സത്രയുടമ വാതിൽ കൊട്ടിയടയ്ക്കണമായിരുന്നു. എന്നാൽ വാലസിന് വാതിൽ കൊട്ടിയടയ്ക്കുവാൻ കഴിഞ്ഞില്ല. വളരെ അവശയായ മറിയം മനോഭാരത്തോട് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ കുഞ്ഞു ഹൃദയം വേദനിച്ചു. അവൻ തേങ്ങിക്കരയുകയാണ്. അവൻ പറഞ്ഞു, അയ്യോ, നിങ്ങൾ പോകല്ലേ, എൻ്റെ വീട്ടിൽ ഞാൻ ഇടം തരാം. മറിയവും ജോസഫും ഞെട്ടിപ്പോയി. അധ്യാപകർ അമ്പരന്നു. എന്നാൽ കാണികളിൽ പിന്നിൽ നിന്ന് ഒരാൾ ഉറക്കെ കൈയടിച്ചു,
അത് കേട്ട് സകലരും കൈയടിച്ചു. ആ വർഷത്തെ ഏറ്റവും മികച്ച നാടകമായി ആ നാടകം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നും യേശുവിന് വന്ന് പിറക്കാതിരിക്കുവാൻ ഹൃദയം ബന്ധിച്ചിട്ടിരിക്കുന്നവർ ഉണ്ട്. അവർ കുഞ്ഞിന്റെ ഹൃദയം ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ മദ്യത്തിലും ഭക്ഷണത്തിലും മാത്രം ഒതുങ്ങുമ്പോൾ അവിടെ ക്രിസ്തു മരിക്കുന്നു. ഈ ആഘോഷങ്ങൾ നാം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറന്നുവോ? ക്രിസ്തു ജനിക്കാതിരിക്കാൻ തക്കവണ്ണം ഹൃദയത്തിൽ അശുദ്ധിയുണ്ടോ? അവരൻ്റെ വേദന നാം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ അവിടെ ക്രിസ്തു ജനിക്കുന്നു. യേശു ഓരോരുത്തരുടെയും ഹൃദയവാതിൽ വന്ന് മുട്ടുന്നു. മകനെ, മകളെ, എനിക്ക് വന്ന് പിറക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? അങ്ങനെ ഇടം നൽകിയാൽ എന്ത് സംഭവിക്കും? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. വെളിപ്പാട് പുസ്തകം 3:20-21 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com